ജന്മം തന്നെ അത്ഭുതം നിറഞ്ഞ അത്ഭുതങ്ങൾ കാണിച്ച മഹാനാണ് സി.എം. വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു. അതിന്റെ ശേഷം അവിടുത്തെ ജീവിതം നമ്മൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അല്ലാഹു തആല പലർക്കും പല സമയത്തും നുബുവത്ത് കൊടുത്തിട്ടുണ്ട്. 40 വയസ്സിൽ നുബുവത്ത് ലഭിച്ചവരുണ്ട്, അതിന്റെ ശേഷം നുബുവത്ത് ലഭിച്ചവരുണ്ട്. എന്നാൽ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ഖുർആനിലുണ്ട്, ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ. തൊട്ടിലിൽ കിടക്കുന്ന മുലപ്പാല് കുടിക്കുന്ന സമയത്ത് ഈസാ അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ നബിയാണ്. ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ. എനിക്ക് എന്റെ കിതാബ് ഇഞ്ചീൽ ലഭിച്ചു കഴിഞ്ഞു, ഞാൻ നബിയായി കഴിഞ്ഞുവെന്ന് ഈസാ അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. തൊട്ടിലിൽ കിടക്കുമ്പോ തന്നെ അവിടുന്ന് മുഅ്ജിസത്ത് കാണിച്ചിട്ടുണ്ട്. മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങള് ഉമ്മാന്റെ വയറ്റിൽ നിന്ന് തന്നെ കറാമത്ത് കാണിച്ചിട്ടുണ്ട്. ഉമ്മ ചോദിച്ചപ്പോഴേക്ക് ഞാൻ ആൺകുട്ടിയാണെന്ന് വയറ്റിൽ നിന്ന് സംസാരിച്ച് കറാമത്ത് കാണിച്ചിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ കറാമത്ത് കാണിച്ച മഹാന്മാരുണ്ട്. മഹാനായ സി.എം. വലിയുള്ളാഹിയുടെ ചരിത്രത്തിൽ കാണാം, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവിടത്തേക്കൊരു ചെറിയ ക്ഷീണം ബാധിച്ചപ്പോ ഉമ്മയും ബാപ്പയും കൂടി ഒരു വൈദ്യരുടെ അടുത്ത് പോയിട്ട് കുട്ടിയുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. കുട്ടി സ്കൂളിൽ പോയിരിക്കുകയാണ്. അങ്ങനെ വൈദ്യര് കുട്ടിക്ക് തേപ്പിച്ചു കൊടുക്കാൻ ഒരു എണ്ണയൊക്കെ കൊടുത്തു. പിറ്റേന്ന് രാവിലെ സ്കൂളിൽ പോയ സി.എം. വലിയുള്ളാഹി ആകുന്ന കുട്ടിയെ രാവിലെ കുളിപ്പിക്കാൻ വേണ്ടി ഉമ്മ നിർത്തുമ്പോ എണ്ണ തന്നതും അത് തേക്കാൻ പറഞ്ഞ കാര്യമൊക്കെ ഉമ്മ പെട്ടെന്ന് മറന്നുപോയി. ആ സമയത്ത് ചെറിയ കുട്ടിയായ സി.എം. വലിയുള്ളാഹി ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ ഇന്നലെ വൈദ്യര് തന്ന എണ്ണ തേപ്പിക്കുന്നില്ലേ? അള്ളാഹുവിന്റെ ഔലിയാക്കള് അള്ളാഹു കറാമത്ത് കൊടുക്കാൻ തീരുമാനിച്ചാൽ അതിന്ന പ്രായത്തിലേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ ഏത് വഹാബിക്കാണ് അള്ളാഹു അധികാരം നൽകിയിട്ടുള്ളത്? ചെറിയ പ്രായത്തിൽ തന്നെ അവിടുന്ന് മറഞ്ഞ കാര്യങ്ങൾ അറിയുകയാണ്. واجنحة يطير بغير ريش إلى ملكوت رب العالمين. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളൊക്കെ കാണാൻ അല്ലാഹു കഴിവ് കൊടുത്ത കറാമത്തിന്റെ കണ്ണ് സി.എം. വലിയുള്ളാഹിയുടെ ചെറുപ്പത്തിലെ അല്ലാഹു കൊടുക്കുകയാണ്. അത് അല്ലാഹു തെരഞ്ഞെടുത്ത ചില മഹാന്മാർക്ക് കൊടുക്കുന്ന അംഗീകാരമാണ്. ജീവിതത്തിലുടനീളം അവിടുന്ന് വലിയ തഖ്വയോടെയുള്ള ജീവിതമാണ്. അടുത്തറിഞ്ഞ മഹാന്മാര് പറഞ്ഞത് കേട്ടില്ലേ? ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് പാല് വാങ്ങാൻ പോകാറുണ്ട്. ഒരു ദിവസം സി.എം. വലിയുള്ളാഹി പാല് വാങ്ങാൻ പോയി. എല്ലാവർക്കും ഒരു പാത്രത്തിൽ ഇങ്ങനെ അളന്ന് നാഴിപ്പാല് ഒഴിച്ചു കൊടുക്കുന്നു. സി.എം. ആകുന്ന ഈ കുട്ടി വന്നപ്പോ അളന്നൊഴിച്ചു കൊടുത്ത പാല് കൂടാതെ ഒരൽപ്പം പാല് അധികം ഒഴിച്ചു കൊടുത്തു. ആ പാലുമായി വീട്ടിൽ വന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഈ പാല് ഉപയോഗിക്കണമെങ്കിൽ എനിക്ക് അറിയണം ഉമ്മ. സാധാരണ എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാളും ഒരൽപ്പം കൂടുതൽ പാല് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടല്ലോ, ഇതെങ്ങനെയാണ് ഹലാലാവുക? ഇത് നമുക്ക് ഹലാലാണോ? നമ്മൾ കൂടുതൽ പൈസ കൊടുത്തിട്ട് തന്നതാണോ? അതല്ലെങ്കിൽ അറിയാതെ ഒഴിച്ചു പോയതാണോ? ഒഴിച്ചു കൊടുക്കുന്ന ആള് വീട്ടുകാരെ സമ്മതത്തോടെ തന്നെ തന്നതാണോ? ഉമ്മ പറഞ്ഞു, മോനെ, അത് പൊരുത്തപ്പെട്ടിട്ട് നമ്മളെ ആലിമീങ്ങളെ കുടുംബമായതുകൊണ്ട്, മഹലിന്റെ ഖാദിയുടെ കുടുംബമായതുകൊണ്ട് അവിടുന്ന് പൊരുത്തപ്പെട്ട് ഒഴിച്ചു തരുന്നതാണ്. അതുകൊണ്ട് അത് പൊരുത്തപ്പെട്ട മുതലാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ ശേഷമാണ് ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ സി.എം. വലിയുള്ളാഹി ആ പാല് ഉപയോഗിക്കുന്നത്. അങ്ങേയറ്റത്തെ സൂക്ഷ്മതയോടെയുള്ള ജീവിതമാണ് ചെറിയ പ്രായം മുതലേ. പിന്നെ അവിടുന്ന് ഇൽമു പഠിക്കുകയാണ്. കുറെ നാൾ കാട്ടിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് ഷാളും വാങ്ങിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും മഖാമിൽ പോയി വില കുറവിന് 4-5 ഷാള് വാങ്ങിക്കൊണ്ടുവന്ന് തോളിലിട്ടാൽ ശൈഖാകൂല. ശൈഖാകണമെങ്കിൽ, ആലിമാകണമെങ്കിൽ ഇൽമു വേണം. മഹാനായ സി.എം. വലിയുള്ളാഹി വലിയ ആലിമാണ്. മനസ്സിലാക്കണം, വഹാബികൾ പരിഹസിക്കുന്നത് കണ്ട് തെറ്റിദ്ധരിച്ചു പോകരുത്. മഹാനായ സി.എം. വലിയുള്ളാഹി തങ്ങൾ വലിയ ആലിമാണ്. വലിയ വലിയ ആലിമീങ്ങളുടെ ശിക്ഷണത്തിൽ പഠിച്ച മഹാനാണ്.
അവിടുത്തെ ബാപ്പയുടെ അടുക്കൽ അവിടുന്ന് ഓതിപ്പടിച്ചിട്ടുണ്ട്. മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ വലിയ മഹാനല്ലേ, ആ ശംസുൽ ഉലമയുടെ ദർസിൽ പഠിച്ചിട്ടുണ്ട്. പിന്നീട് ആ ശംസുൽ ഉലമ പോലും കടന്നു വന്നാൽ സി.എം. വലിയുള്ളാഹിയർ കസേര ഇട്ട് കൊടുത്താൽ ഇരിക്കാതെ ബഹുമാനത്തോടെ അവിടെ നിന്ന ചരിത്രവും നമുക്ക് കാണാനുണ്ട്. അതേ മഹാനായ ഇമ്പിച്ചിയാലി ഉസ്താദ്, സുൽത്താനുൽ ഉലമയുടെ ഉസ്താദ്, മർക്കദിലെ മുദരിസായിരുന്ന വലിയ മഹാൻ, ആ ഇമ്പിച്ചാലി ഉസ്താദിന്റെ അടുക്കലൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഇൽമു വേണ്ടതുപോലെ ഓതിപ്പടിച്ചു. എന്നിട്ട് അവിടുന്ന് ബാക്കിയാത്തിൽ പോയി അന്നത്തെ ഏറ്റവും വലിയ വൈജ്ഞാനിക കലാലയമായ വെല്ലൂര് ബാക്കിയാത്തു സാലിഹാത്തിൽ പോയി പഠിച്ചു. അവിടുന്ന് ബാക്കവി ബിരുദം വാങ്ങി വന്നു. അതേ മടവൂര് തന്റെ ഉപ്പയും ഉപ്പാപ്പമാരും ഒക്കെ ദർസ് നടത്തിയ വലിയ പള്ളിയില് വർഷങ്ങളോളം നൂറുകണക്കിന് മുതഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തിയ മഹാനാണ് മഹാനായ സി.എം. വലിയുള്ളാഹി. ശരീഅത്തിന്റെ നിയമങ്ങൾ പൂർണ്ണമായും പഠിച്ചു. ഒരു വഖത്ത് പോലും ഖളാ ആക്കാതെ, ഒരു റവാത്തിബ് പോലും ഉപേക്ഷിക്കാതെ. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മൾ എന്തിനാണ് സി.എം. വലിയുള്ളാഹിയുടെ ചരിത്രം പഠിക്കുന്നത്? മദീനയിലേക്ക് നമ്മളെ ചേർക്കാനാണ്. മദീനയിലേക്ക് നമ്മളെ ചേർക്കുന്ന പിടിവള്ളിയാണ് സി.എം. വലിയുള്ളാഹി തങ്ങള്. മദീനയിലേക്ക് ചേരാൻ, അതിലൂടെ അള്ളാഹുവിലേക്ക് ചേരാനുള്ള മാർഗമാണ്. എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് ചേരുന്നത്? എങ്ങനെയാണ് മദീനയിലേക്ക് അടുക്കുന്നത്? അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തുകളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ്. സുന്നത്തുകൾ വർദ്ധിപ്പിക്കാതെ മുത്തുനബിയിലേക്ക് അടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മഹാനായ സി.എം. വലിയുള്ളാഹി പഠിച്ചതനുസരിച്ച് ജീവിച്ച മഹാനാണ്. ബാങ്കും ഇഖാമത്തും കൊടുത്തിട്ടേ അവിടുന്ന് നിസ്കരിക്കാറുള്ളൂ. ഒരു സുന്നത്തും അവിടുന്ന് ഉപേക്ഷിക്കാറില്ല. റവാത്തിബ് ഉപേക്ഷിക്കാറില്ല. ദുഹാ നിസ്കാരം ഒഴിവാക്കാറില്ല. തഹജ്ജുദ് മുടങ്ങാറില്ല. അങ്ങനെ വിത്ർ നിസ്കാരം അവിടുന്ന് ഉപേക്ഷിക്കാറില്ല. അങ്ങനെ പഠിച്ചതൊക്കെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരാൾ വലിയാകുന്നത്. സി.എം. വലിയുള്ളാഹിയും അങ്ങനെ ജീവിച്ചതാണ്. കാരണം സി.എം. വലിയുള്ളാഹിനെ കണ്ടുപഠിച്ച ഏറ്റവും വലിയ മഹാനാണ് മഹാനായ സുൽത്താനുൽ ഉലമ. ഇന്ന് വരെ അവിടുന്ന് ഒരു റവാത്തിബ് മുടക്കാറില്ലല്ലോ. നിന്നുകൊണ്ടല്ലാതെ ഇപ്പോഴും അവിടുന്ന് നിസ്കരിക്കാറില്ലല്ലോ. അവരിലൂടെയല്ലേ നമ്മൾ സി.എം. വലിയുള്ളാഹിനെ മനസ്സിലാക്കേണ്ടത്. വൈലത്തൂര് തങ്ങളുപ്പാപ്പ മരിക്കുന്ന അന്ന് വരെ വിത്ർ നിസ്കരിച്ച മഹാനല്ലേ. വയ്യാതെ കിടപ്പിലാകുന്ന 94 വയസ്സ് വരെ മഹാനായ താജുൽ ഉലമ 11 റക്അത്ത് വിത്ർ നിസ്കരിച്ചില്ലേ? അവരൊക്കെ പറഞ്ഞില്ലേ ഞങ്ങളെ ശൈഖ് സി.എം. വലിയുള്ളാഹിയാണെന്ന്? അതുകൊണ്ട് സി.എം. വലിയുള്ളാഹി തങ്ങള് ജീവിതത്തിൽ ഒരു റക്അത്ത് ഉപേക്ഷിക്കാതെ, സുന്നത്തുകൾ ഒഴിവാക്കാതെ ജീവിച്ചപ്പോൾ അള്ളാഹുവിലേക്ക് അവർ അടുക്കുകയാണ്. അവർ പിടിക്കുന്ന കൈ ഞാനാകും, അവർ നടക്കുന്ന കാല് ഞാനാകുമെന്ന് അല്ലാഹു പറഞ്ഞില്ലേ? ആ ഒരു പദവിയിലേക്ക് ശൈഖുന എത്തുകയാണ്. 1967 മഹാനവറുകൾ വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോകുന്നു. സി.എം. വലിയുള്ളാഹിന്റെ ചരിത്രത്തിൽ ഏറ്റവും അത്ഭുതകരമായ, ഏറ്റവും ജാജ്വല്യകരമായ ചരിത്രം അതാണ്. മഹാനവറുകൾ പരിശുദ്ധമായ ഹജ്ജിന് പോവുകയാണ്. അങ്ങനെ മക്കയിൽ ചെന്ന് ഹജ്ജ് കർമ്മമൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് മദീനയിൽ ചെല്ലുകയാണ്. ലോകത്തിന്റെ നേതാവ്, മുസ്ലിം ഉമ്മത്തിന്റെ മൽജആയ ഇന്നൽ ഈമാന ലയർജു ഇലൽ മദീനത്തി കമാ തർജുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. ലോകത്തിന്റെ മുഴുവനും അഭയകേന്ദ്രമായ, ഈമാനിന്റെ പ്രഭവമായ, അതിന്റെ മടക്ക കേന്ദ്രമായ വിശുദ്ധമായ മദീന മുശറഫയിലേക്ക് എല്ലാവരും ഓടിച്ചെന്നത് ആ മദീനയിലേക്കാണ്. വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വൈനാ ഫിറാറുൻ നാസി ഇല്ലാ ഇല റസൂലി. എല്ലാവരും അഭയമായി കണ്ട വിശുദ്ധ മദീന മുശറഫയിലേക്ക് മഹാനായ സി.എം. വലിയുള്ളാഹി തങ്ങൾ ചൊല്ലുമ്പോ ജീവിതം മുഴുവനും ഒരു കറാഹത്തും ചെയ്യാതെ, ഒരു ഹറാമും ചിന്തിക്കാതെ, ഒരു ഖിലാഫുൽ ഔല പോലും എടുക്കാതെ എന്നെ സൂക്ഷ്മമായി ഇത്തിബാ ചെയ്ത എന്റെ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ടവരെന്ന നിലക്ക് മദീനത്തിൽ എന്ന് നിൽക്കുമ്പോ മദീനയിൽ കിടക്കുന്ന നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ്
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ മദീന മുശറഫയിൽ നിന്ന് ഒരു വലിയ പ്രഭ, ഒരു വലിയ പ്രകാശം പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. നമ്മൾ ഓതിയ പരിശുദ്ധമായ മൗലിദിൽ ആ സംഭവം പറയുന്നുണ്ട്. ആ വിശുദ്ധമായ പ്രകാശം വനൂറുൽ ഇബാദി വൽ ഇബാദത്തി കുല്ലുഹാ വനൂറുൽ ജിനാനി കുല്ലുഹാ മിൻ മുഹമ്മദി وولدانها والحور كل بنوره وكيف لساني مدح نوري محمد. ഈ ലോകത്തുള്ള അടിമകളുടെ മുഴുവനും പ്രകാശം, അവര് നിർവഹിക്കുന്ന സകലമാന ആരാധനകളുടെയും പ്രകാശം, അനുഗ്രഹത്തിന്റെ ലോകമായ സ്വർഗത്തിന്റെ പ്രകാശം, ആ സ്വർഗത്തിലുള്ള ഹൂറുല്ലീങ്ങളുടെ പ്രകാശം, അവിടെയുള്ള മുത്തുമണികളെ പോലെ വാരി വിതറപ്പെട്ട മുത്തുമണികളെ പോലെ ഓടി നടക്കുന്ന അനുഗ്രഹീതരായ കുഞ്ഞുമക്കളുടെ പ്രകാശം, വവിൽദാനുഹാ വൽ ഹൂറു കുല്ലും ബിനൂരി وكيف لساني مدح نوري മുഹമ്മദി. ആ ഹബീബിന്റെ നൂറിന്റെ പ്രഭയെപ്പറ്റി പിന്നെ പറയാനുണ്ടോ? മഹാനായ ആലാ ഹസ്രത്ത് അഹ്മദ് റസാ ഖാൻ തങ്ങൾ പറഞ്ഞില്ലേ, ചമക് തുജ്സേ പാത്തേ ഹേ സബ് പാനെ വാലേ മേരാ ദിൽ ഭീ ചമകാ ദേ ചമകാനെ വാലേ. പ്രകാശം പ്രവഹിച്ചത് മുഴുവനും മദീനയിൽ നിന്നാണ്, പ്രകാശിച്ചവർക്ക് മുഴുവനും പ്രഭ കിട്ടിയത് മദീനയിൽ നിന്നാണ്. അതുകൊണ്ട് ആ രശ്മിയിൽ നിന്നൊരംശം തന്ന് എന്നെയും പ്രകാശിപ്പിക്കുമോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രഭയിൽ നിന്നുള്ള മദീനത്തെ പരിശുദ്ധമായ മുശറഫയിൽ നിന്നുള്ള വലിയൊരു പ്രഭ പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. അത് മഹാനായ CM വലിയുല്ലാഹിയെ പൂർണ്ണമായി മൂടുകയാണ്. അതിന്റെ ആ സമയത്ത് ബഹുമാനപ്പെട്ടവര് ബോധരഹിതനായി വീണുപോവുകയാണ്. ഈ സംഭവത്തിന് നേർ സാക്ഷ്യം വഹിച്ചത് ആരാണ്? മഹാനായ സയ്യിദുന EK ഉമറുൽ ഖാദിരി. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഖാദിരിയത്തിന്റെ മശായിഖുമാരും മുരീദുമാർക്കും മുഴുവനും വെളിച്ചം നൽകിയ മഹാനായ കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി റളിയല്ലാഹു അൻഹു, EK ഉസ്താദിന്റെ, EK ഹസൻ മുസ്ലിയാരുടെ, മഹാനായ മുറ്റച്ചൂർ അഹമ്മദ് ഹാജിയുടെ ഒക്കെ സഹോദരനായ ഖാദിരിയത്തിന്റെ വലിയ ഷെയ്ഖായിരുന്ന മഹാനായ ഐലക്കാട് ഷെയ്ഖിന്റെ ഖലീഫയായിരുന്ന മഹാനായ കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി തങ്ങളാകുന്ന വലിയ ഈ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചിട്ട് അവർ പറയുകയാണ്. അപ്പൊ അത്രയും വലിയ കറാമത്ത്, അത്രയും വലിയ നൂറ് മദീനയിൽ നിന്ന് ഏറ്റെടുത്ത മഹാനാണ് CM വലിയുല്ലാഹി. വെറുതെയാണോ ചരിത്രത്തിൽ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു മഹാൻ അനുസ്മരിക്കപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ?